ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അകത്തട്ടിമറിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങ ഉപ്പിലിട്ടതും മുളകിലിട്ടതും കൂടി ചേർത്തിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. അപ്പം എല്ലാവരും വാ, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാങ്ങ എടുത്തിട്ട് വരാം. ഇത് മാങ്ങ എടുത്തിട്ടുള്ളത് നമുക്ക് നല്ലോണം കഴുകാം. നന്നായി കഴുകിയിട്ടുണ്ട്. അതിന് ശേഷം അത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അത് ഇവിടുത്തെ ഇരു ഊനം അങ്ങനെ നല്ല മുറിച്ചതാക്കാനില്ല, അതായത് വെട്ടാനുള്ള ഇതൊന്നുമില്ല, എന്നാലും ഇത് കഴിയുന്നതില്ല ഞാൻ വെട്ടണം. ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടി വെട്ടലാണ്. മാങ്ങ കിട്ടിയാൽ മതിയില്ലേ. ആദ്യം മാങ്ങ നന്നായി ഇതാക്കണം, വരയണം. ഇത് ഞങ്ങളുടെ നാട്ടിൽ വരയണം എന്നാ പറയല്. എന്നിട്ട് ചെറിയ പാത്രത്തേക്ക് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ടു. കട്ടിംബോർഡ് ഇപ്പൊ കഴുകിയിട്ടുള്ളൂ. ഞാൻ ഒന്നുണ്ടാക്കി, അപ്പൊ അത് കഴിച്ച് ഇതവിടെ എടുത്തേച്ച് പോയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴുകാത്തത്. നമുക്ക് അടുത്ത കഷ്ണം മുറിച്ചു. കയ്യിന് പറ്റിക്കാതെ നോക്കണം. ഞാനിതേപോലെ പല കുക്കിങ്ങും ചെയ്യലുണ്ട്. എഗ്ഗ് പൊരിക്കുക, അതിൽ തക്കാളി എന്താ പറയുക ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. തോന്നണം എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇരിക്കും, എന്തെങ്കിലും ഒരു പണി വേണ്ടേ. അങ്ങനെ എരിഞ്ഞിട്ടുണ്ട്. ഞാൻ ആകെ ഇത്ര മതി എന്ന് കരുതുന്നു. ഞാൻ സൂക്ഷിച്ച് കട്ട് ചെയ്യണം, കൈ മുറിയാതെ കേട്ടോ. കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിക്ക് മുളക് പൊടി ഇടണം. അപ്പൊ ഞാൻ മുളക് പൊടി ഇടാൻ പോവുകയാണ് കേട്ടോ. ഇതൊക്കെ എരിവിനെ അനുസരിച്ച് ഇട്ടുകൊടുക്കാം. അപ്പൊ ഇത്തിരി മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഉപ്പ് മതി. എന്നിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം കുഴക്കാം. എന്നിട്ട് തുറന്നും മാണ്ടിട്ട് ഉപ്പ് ഞാൻ ഇത്തിരി എടുത്തിട്ട് കച്ചിട്ടെടുത്തിട്ട് ഇങ്ങനെ ഇതാക്കും. ഇത്രയൊക്കെ മതിയോ ഉപ്പ്. എന്നിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് കുഴച്ചിട്ടൊന്ന് ടേസ്റ്റ് ആക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടാം. അതായത് മൊത്തം ഇട്ടിട്ട് കുഴച്ചില്ല കേട്ടോ. മൊത്തട്ട പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടാം. ചെറു ഉപ്പിൻ്റെ അമ്മിൻ്റെ നന്നായി കുഴച്ചേക്കാം. എന്നിട്ട് കുറച്ച് ഒന്ന് നോക്കാം. അടിപൊളി. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ അതൊരു ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കലുണ്ട്. മാങ്ങ ഉണ്ടെങ്കിൽ അത് ഉറപ്പം ഞാൻ ഉണ്ടാക്കും.
കത്ത് നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കണം. അത്രയും നല്ല അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ബൈ.